പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ അവസാന നിമിഷമാണ് വിവാദ പരസ്യവുമായി LDF രംഗത്ത് വന്നത്. UDFിനെ ലക്ഷ്യം വെച്ചുള്ള ഈ പരസ്യം ഏറെ ചർച്ചയാവുകയും ചെയ്തു. CPMന് തന്നെ തിരിച്ചടിയാകുന്ന വിധത്തിലായിരുന്നു പരസ്യമെന്ന് വ്യാഖ്യാനങ്ങളും ഉണ്ടായി. ഇപ്പോൾ സുപ്രഭാതം പത്രത്തിലെ വിവാദ പരസ്യത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് സുപ്രഭാതം മാനേജ്മെന്റ്. പരസ്യം നൽകിയതിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടെന്ന് സുപ്രഭാതം തന്നെ സമ്മതിക്കുന്നു. കുറ്റക്കാർക്കെതിരെ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും അന്വേഷണം നടന്നു വരികയാണെന്നും സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടറായ അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അറിയിച്ചു. പരസ്യത്തിലെ വിഷയങ്ങളോട് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതം, കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജ് എന്നീ പത്രങ്ങളിലെ പാലക്കാട് എഡിഷനിൽ സന്ദീപ് വാര്യർക്കെതിരെ LDF പരസ്യം നൽകിയത്. പരസ്യം വിവാദമായതിന് പിന്നാലെയാണ് പത്രത്തിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ തന്നെ രംഗത്തെത്തിയത്. പത്രത്തിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് പരസ്യമെന്ന് വൈസ് ചെയർമാൻ സൈനുൽ ആബിദീൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെയാണ് സന്ദീപ് വാര്യർക്കെതിരെ LDF പത്രപരസ്യം നൽകിയത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരസ്യങ്ങൾ നൽകാൻ ജില്ലാ കളക്ടർ അധ്യക്ഷനായ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വേണ്ടതാണ്. സമൂഹത്തിൽ വർഗീയ വേർതിരിവും സ്പർദ്ധയും വളർത്തുന്നതാണ് പരസ്യമെന്നും അതിനെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേസമയം വിവാദ പരസ്യം സമസ്ത മുഖപത്രത്തിൽ വന്നതിനു പിന്നിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയെന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. പരസ്യം പ്രസിദ്ധീകരിക്കുന്നത് ഉചിതമല്ല എന്ന് അറിയിച്ചിട്ടും പ്രസിദ്ധീകരിക്കാൻ ചിലർ നിർദ്ദേശം നൽകിയതായി സൂചനകളുണ്ട്. വീഴ്ച പറ്റിയെന്ന് സുപ്രഭാതം ഗൾഫ് വൈസ് ചെയർമാൻ KP മുഹമ്മദും പറഞ്ഞതോടെ ഉത്തരവാദികൾക്ക് എതിരെ നടപടി വരുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. പരസ്യ വിവാദത്തിൽ സുപ്രഭാതം പത്രത്തിന്റെ മാനേജ്മെന്റിനകത്ത് നിന്നുള്ളവരും നിക്ഷേപകരും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ലീഗ് വിരുദ്ധ ചേരിയായി അറിയപ്പെടുന്ന 2-3 ആളുകളാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന വിലയിരുത്തലുകളും ഉണ്ട്. വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ നിന്ന് ഈ പരസ്യം കൊടുക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും പരസ്യവുമായി മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം ലഭിച്ചെന്നാണ് പറയപ്പെടുന്നത്. മുനമ്പം വിഷയത്തിൽ വർഗീയ സ്വഭാവത്തിലുള്ള ലേഖനങ്ങൾ കൂടി വന്നത് സമുദായത്തിനും സമസ്തയ്ക്കും വലിയ മോശമായെന്നാണ് മാനേജ്മെന്റിനുള്ളിലും നിക്ഷേപകർക്കിടയിലുമുള്ള വിലയിരുത്തൽ. പത്രത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഇതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാകുമെന്ന ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. എഡിറ്റോറിയൽ ജീവനക്കാരിലേക്ക് നടപടി ചുരുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം സുപ്രഭാതം ദിനപത്രത്തിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി P സരിനുമായി ബന്ധപ്പെട്ട പരസ്യം തള്ളി സമസ്ത നേതൃത്വം രംഗത്ത് വന്നിരുന്നു. ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ലെന്ന് സമസ്ത നേതാക്കൾ തന്നെ വ്യക്തമാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യത്തിലെ വിഷയങ്ങളുമായി സമസ്തയ്ക്ക് ബന്ധമില്ലെന്നും സമസ്ത പ്രസിഡന്റായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു.